ഇപ്പോൾ സത്യഭാമയുടെ നേരിട്ടുള്ള പ്രതികരണം വരികയാണ് അതിലേക്ക്. ആ കുട്ടീനെ എത്രയോ അമ്മമാർ ചീത്ത വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നീ എന്തോ നടി കാണിച്ച് എന്തോന്നാ കാണിച്ചെന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ഏതോ ആയിക്കോട്ടെ, പെറ്റതുള്ള സഹിക്കില്ല എന്തൊരു പാട്. ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞെന്ന്. പറഞ്ഞോണ്ട് ഈ പല ആൾക്കാർക്കും അതില്ലാന്ന് പറയുന്നു. മോഹിനിയാട്ടം നടത്തുന്ന മേഡം സുന്ദരിയാണ്, മോഹിനിയാണെന്ന് മേഡത്തിന് അഭിപ്രായം ഉണ്ടോ? അത് മേഡം തീരുമാനിച്ചാൽ അല്ല, ഞാൻ ഇപ്പൊ 66 വയസ്സായിട്ട് ഇങ്ങനെ ഇരിക്കില്ലേ, അത് എനിക്ക് മതി. റിപ്പോർട്ടറുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ ചാനലുകാരെ വീടുകളിലെ വല്ല പയ്യന്മാരെ പെൺകുട്ടികളോ നിങ്ങൾക്ക് പൊള്ളണ രീതിയിൽ ഞാൻ വല്ലതും പറഞ്ഞ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഇത് കിട്ടണം. നിങ്ങൾക്ക് അല്ലാണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഒരിക്കലും ഇല്ല. ഞാനും ചോദിക്കട്ടെ, കോടതിക്ക് ആയാലും പോലീസ് സ്റ്റേഷനിൽ എവിടെയായാലും എന്താ തെളിവല്ല വേണ്ടേ? തെളിവല്ല വേണ്ട. എന്ത് തെളിവ്? ആ വ്യക്തികളുടെ പേര് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ, ഞാനില്ല. അല്ല നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തിയുടെ കൂടെ നിങ്ങൾ എല്ലാരും കൂടെ അങ്ങോട്ട് കൂടിക്കോളൂ. ഒരു വിരോധമില്ല, കൂടിക്കോളൂ, ഒരു വിരോധം തന്നെ. യോഗ്യതയില്ലാന്നാണ് മേഡത്തെ ഉറക്കം പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്നത്. കലാമണ്ഡലം എന്നുള്ള ടൈറ്റിൽ പോലും ആവശ്യം വ്യാപകമായി ഉയർന്നു. പിന്നെ അതെടുത്ത് കളെ ആരെ കൊണ്ട് സഹിക്കില്ല. ഞാൻ അവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കി എടുത്തിട്ടാ. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ വല്ലാരെ പേര് പറഞ്ഞോ അത് പറയാൻ നിങ്ങൾ. എനിക്ക് അത് തന്നെ നിങ്ങളോട് ചോദിക്കാനുള്ളൂ. ഞാൻ പേര് പറഞ്ഞിട്ടില്ല. ഇത് പിന്നെ കലാകാരന്മാരല്ലല്ലോ കേരളത്തിലുള്ളത്, പല തരത്തിലുള്ള കലാകാരന്മാർ കേരളത്തിൽ ഉണ്ട്. അപ്പൊ ഞാൻ പേര് പറഞ്ഞിട്ട് വ്യക്തിപരമായിട്ട് ഒരാളെ അധിക്ഷേപിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത് പറ. വ്യക്തിപരമായിട്ട് ഒരാളെ അധിക്ഷേപിച്ചില്ല, പക്ഷെ ഒരു കലാകാരന്മാരുള്ള സമൂഹത്തെ മൊത്തത്തിലല്ലേ അധിക്ഷേപിക്കുന്ന എന്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോ പിന്നെ അതിൽ ക്വസ്റ്റ്യൻ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത് ഒരു കുറ്റബോധമല്ലേ? ഞാൻ ഇനിയും പറയുന്നു പറഞ്ഞാല് എനിക്ക് എന്റെ കലയായിട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് വരുമ്പോ ഞാൻ സംസാരിക്കും. എന്റെ അതല്ലേ അത്. ലിംഗവ്യത്യാസം കാണിക്കുന്നതും നിറവ്യത്യാസം കാണിക്കുന്നതും ഒരു കലാകാരിക്ക് ചേരുന്നതാണോ? പിന്നെന്താ ചേരാത്ത? ഞാൻ സൗന്ദര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ജേർണലിസ്റ്റ് എടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന തൊഴിലല്ല ഇത്. ഇതിന് അത്യാവശ്യ സൗന്ദര്യം, കുറച്ച് കാര്യങ്ങളും ഇതിനകത്തൊക്കെ വേണം. അല്ല ഞാൻ ചോദിക്കട്ടെ, യുവജനോത്സവം ചെല്ലുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പേപ്പറിനകത്ത് സൗന്ദര്യം എന്നുള്ള കോളം എടുത്തുകളെ നിങ്ങളെ കൊണ്ട് പറ്റുമോ? എടുക്കാൻ പറ്റുമോ? എത്രയോ സ്ഥലത്ത് സൗന്ദര്യം ഇല്ലാത്ത കുട്ടിക്ക് കൊടുത്തിട്ട് ഞാൻ ഗാന്ധിജി കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടിക്ക് മോനേട്ടം കൊടുത്തിട്ട് എന്റെ അടുക്ക വന്ന് ചോദിച്ചു ആ കുട്ടിക്ക് എന്ത് സൗന്ദര്യം എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട്. കറുത്തതല്ല എന്നുള്ളത് ഞാൻ എന്റെ ഭർത്താവും ഞാനും കൂടെ തീരുമാനിക്കില്ല, നിങ്ങൾ തീരുമാനിക്കണ്ട. അല്ല, എന്റെ കുട്ടീനെ ചാരിത്രം കുട്ടികൾ മേഡത്തിന്റെ മുന്നിൽ കലാഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കും. മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞാൽ മോൾ മത്സരത്തിന് പോകണ്ട, ഒരു തൊഴിൽ പഠിച്ച് നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോൾ പ്രശ്നമില്ല. മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളുണ്ട്, സൗന്ദര്യം ഇല്ലെങ്കിൽ ഒരു മാർക്ക് ഇടുന്നില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച ഒരു കാര്യം നടക്കും. ഇപ്പൊ തന്നെ യൂണിവേഴ്സിറ്റിക്ക് എന്ത് നടന്നു? ഞങ്ങൾ കലാകാരന്മാർ വിചാരിച്ചിട്ട് വല്ലതും നടന്ന ഇല്ല. ഗവൺമെന്റ് തന്നെ വിചാരിക്കണം, ആ കോളെടുത്ത് കളയണം, പിള്ളേർക്ക് സൗന്ദര്യം ഇല്ലെങ്കിലും കളിക്കണം. ഞങ്ങൾക്ക് തിയറിയിലേ ഞങ്ങൾ ഡിപ്ലോമയൊക്കെ എടുത്തവരാ. ഈ തിയറിയിൽ ഞങ്ങൾക്ക് ഒരു നർത്തകിക്ക് വേണ്ട ലക്ഷണങ്ങളുണ്ട്. മനസ്സിലായ? ഞങ്ങൾ മനസ്സിലായില്ല. അതിന്റെ തുടക്കം പറ. ഞങ്ങളെന്ന് വെച്ചാല് അടുത്തല്ലേ, ഞങ്ങൾ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങളിലെ ടീച്ചേഴ്സിന് പഠിക്കാനുണ്ടെന്നത് ആയിരിക്കട്ടെ. RLV ആയിട്ട് ഞാൻ ചോദിക്കട്ടെ, RLV ആയിട്ട് ഞാനായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ കലാമണ്ഡലത്തിലാണ് പഠിച്ചത്. എനിക്ക് എന്താണ് മുമ്പും മേഡം ഈ തരത്തിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്, പലതരത്തിൽ അധിക്ഷേപം നടത്തിയിട്ടുണ്ട്. അതിന്റെ തെളിവൊക്കെ കൊണ്ടുവരാൻ പറ, അയാളോട് കൊണ്ടുവരാൻ പറ. നിങ്ങളുടെ ഞങ്ങളെന്ന് പറഞ്ഞാല് ഞങ്ങൾ പഠിച്ചിട്ടുള്ള ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളെന്ന് ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെല്ലാരും ഞങ്ങളല്ലേ? നിങ്ങൾ ഒരാളെ ഏതോ ഒരു ചാനലിലെ ഒരു കുട്ടി എന്തോ പ്രശ്നം ഉണ്ടാക്കിയപ്പോ നിങ്ങൾ എല്ലാവരും ഒത്തല്ലോ.
അതുപോലെ ഞങ്ങളും ഒക്കും. ന്യായത്തിന്റെ പക്ഷത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ന്യായത്തിന്റെ ഒരിക്കലും ആരും നിൽക്കണ്ട. വേണ്ട, എനിക്ക് നീന പ്രസാദിന്റെ മേതിൽ ദേവികയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. കേട്ടല്ലോ? ഞങ്ങളാ അവരാ. ഞാൻ ചോദിക്കട്ടെ, നീന പ്രസാദ് ഏത് സ്ഥാപനത്തിൽ കോഴ്സ് കഴിഞ്ഞു? ഡിപ്ലോമ എടുത്തിട്ടുണ്ടോ? നമ്മൾ ഡിപ്ലോമയുടെ കാര്യത്തിലല്ലോ. അപ്പൊ പിന്നെ എന്തിനാ നീന പ്രസാദ് പറഞ്ഞു, മേതിൽ ദേവിക പറഞ്ഞു എന്നൊന്ന് എന്റെ വീട്ടിൽ വന്ന് നിങ്ങൾ പറയണം. അതായിക്കോട്ടെ, ഞങ്ങള് കലാകാരന്മാരെന്നല്ല, കലാമണ്ഡലത്തിൽ പഠിച്ച ടീച്ചേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. എന്തോന്ന് എന്റെ സഹോദര RLV ആയിട്ട് ഞാൻ ഒരു ബന്ധമില്ല. അവര് ഡിപ്ലോമയാണോ ഡോക്ടറേറ്റ് ആണോ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഒരാവശ്യമില്ല എനിക്ക്. ഒരു പരിചയമില്ല. ഇല്ല. പ്രശ്നം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഇന്നത്തെ പ്രശ്നമല്ലേ നിങ്ങൾക്ക് അറിയണ്ടോ? നിങ്ങൾക്ക് ഇന്നത്തെ പ്രശ്നമല്ലേ അറിയണോ? അങ്ങനെ എനിക്ക് പറയാൻ സൗകര്യം ഇല്ലെങ്കിലാ അഭിപ്രായം, എന്റെ സ്വന്തം അഭിപ്രായം എനിക്ക് പറയാൻ നിങ്ങളോട് അതെയാ. ഇതെന്റെ വീടാ, മനസ്സിലായില്ല? ഇതെന്റെ വീടാ. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമല്ലാന്ന് നിങ്ങൾ റിപ്പോർട്ടറിൽ ഞാൻ വിളിച്ചു പറഞ്ഞു. എൻ്റെ കയ്യിൽ തെളിവുണ്ട്. ഈ കുട്ടിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് താല്പര്യമില്ലെന്ന്. പിന്നെ നിങ്ങൾ എന്തിനു വന്നു? പറയാതെ കേൾക്കുമ്പോ മര്യാദയായിട്ട് കേട്ടിട്ട് പോണം. ഞാൻ പറയണതിന്റെ മറുപടി കേട്ടിട്ട് പോണം. അല്ലാണ്ട് നിങ്ങള് ഇല്ലില്ല, ഞാൻ നിങ്ങളെ വിളിച്ചു. കലാമണ്ഡലം സത്യഭാമയുടെ വാക്കുകളാണ് കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. അണിവിട പോലും പശ്ചാത്താപത്തിന്റെ ഒരു കണിക പോലും ആ വാക്കുകളിൽ ഇല്ല. അത്യന്തം രോഷത്തോടുകൂടി മാധ്യമങ്ങളോട് കയർക്കുന്നു. കേരളം തന്നെ വിലയിരുത്തട്ടെ സത്യഭാമയുടെ വാക്കുകളെ എന്ന് മാത്രമേ പറയാനുള്ളൂ. കലാമണ്ഡലം എന്ന പേരുകൂടി ആ പേരിനൊപ്പം സത്യഭാമയ്ക്കൊപ്പം ചേർക്കാൻ അർഹതയുണ്ടോ എന്ന് വാക്കുകൾ തന്നെ തീരുമാനിക്കട്ടെ. മുറിഞ്ഞു പോയതാണ് ആ സംഭാഷണത്തിന് ഇടെ. മാധ്യമപ്രവർത്തകരോടടക്കം മറിച്ചുള്ള ചോദ്യങ്ങൾ, മര്യാദ ലവലേശമില്ലാത്ത ചോദ്യങ്ങൾ, ഇതൊക്കെയാണ് പ്രമുഖയായ ഒരു കലാകാരിയിൽ നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. കളിക്കണം. ഞങ്ങൾക്ക് തിയറിയിലെ ഞങ്ങൾ ഡിപ്ലോമയൊക്കെ എടുത്തവരാ. ഈ തിയറിയിൽ ഞങ്ങൾക്ക് ഒരു നർത്തകിക്ക് വേണ്ട ലക്ഷണങ്ങളുണ്ട്. മനസ്സിലായ? ഞങ്ങൾ മനസ്സിലായില്ല. അതിന്റെ തുടക്കം പറ. ഞങ്ങളെന്ന് വെച്ചാല് അത് തന്നെ, ഞങ്ങൾ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങളിലെ ടീച്ചേഴ്സിന് പഠിക്കാനുണ്ടെന്നത് ആയിരിക്കട്ടെ. RLV ആയിട്ട് ഞാൻ ചോദിക്കട്ടെ, RLV ആയിട്ട് ഞാനായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ കലാമണ്ഡലത്തിലാണ് പഠിച്ചത്. എനിക്ക് എന്താണ് മുമ്പും മേഡം ഈ തരത്തിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്, പലതരത്തിൽ അധിക്ഷേപം നടത്തിയിട്ടുണ്ട്. അതിന്റെ തെളിവൊക്കെ കൊണ്ടുവരാൻ പറ, അയാളോട് കൊണ്ടുവരാൻ പറ. നിങ്ങളുടെ ഞങ്ങളെന്ന് പറഞ്ഞാല് ഞങ്ങൾ പഠിച്ചിട്ടുള്ള, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളെന്ന് ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഞങ്ങളല്ലേ? നിങ്ങൾ ഒരാളെ ഏതോ ഒരു ചാനലിലെ ഒരു കുട്ടി എന്തോ പ്രശ്നം ഉണ്ടാക്കിയപ്പോ നിങ്ങൾ എല്ലാവരും ഒത്തല്ലോ. അതുപോലെ ഞങ്ങൾ ഒരിക്കലും ആരും നിൽക്കണ്ട. വേണ്ട, എനിക്ക് നീന പ്രസാദിന്റെ മേതിൽ ദേവികയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട.